ഹായ്. എന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. മാത്രമല്ല എന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു മനപ്രയാസം വരുന്നൊരു കാര്യം കൂടിയാണ്. ദാറ്റ് ഈസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചുപോയി ഗൈസ്. ഡിസേബിളായി, സസ്പെൻഡായി. ഞാൻ ഒരുപാട് ശ്രമിച്ചു, അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ കിട്ടാത്തൊരവസ്ഥയിലാണ്. ഇനിയും ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ, ഇനിയും വേറെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരം വൈകി പോകും. 2018 മുതൽ എനിക്ക് തോന്നുന്നു സരിഗമപ്പൊക്കെ മുതൽ നല്ല രീതിയിൽ ഫോളോവേഴ്സൊക്കെ വന്ന് അതിനുശേഷം സ്റ്റാർ സിംഗറിൽ മെൻറ്ററായിരുന്നു, പിന്നെ ബിഗ് ബോസ് വന്നു, ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചു. അപ്പം ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഏകദേശം 3 ലക്ഷത്തോളം അതിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും ഒരു നമ്പർ ഉണ്ടെന്നുള്ള സന്തോഷത്തില്ല, അത്രയും ഒരുപാട് ആൾക്കാർ നമ്മുടെ ജേണിയിലുണ്ടായിരുന്നു, നമ്മുടെ യാത്രയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു. അതെങ്ങനെ സസ്പെൻഡ് ആയെന്ന് എനിക്കറിയില്ല. അത് ഇനി ജെന്യുവനായിട്ട് സ്ട്രൈക്ക് വന്നതാണോ, ആരെങ്കിലും പണി വന്നതാണോ, എനിക്കൊന്നും അറിയില്ല. അപ്പം തോറ്റു പിന്മാറാൻ മനസ്സുമില്ല, കാരണം നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ ഇൻസ്റ്റാഗ്രാം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാൻ പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് എൻ്റെ പുതിയ അക്കൗണ്ട്. ഞാൻ വീണ്ടും ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങുകയാണ്. കാരണം ഇത് നല്ല ഉള്ളിൽ ഇച്ചിരി വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മളുടേതെന്ന് നമ്മൾ കൂടെപ്പുറപ്പ് പോലെ എല്ലാവരും കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് അവരവരുടെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരോട് ഞാൻ ഇനിയും പറയുന്നത് തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇനിയുള്ള യാത്രയിൽ എൻ്റെ കൂടെ നിങ്ങളുണ്ടാവണം. മുന്നേ സപ്പോർട്ട് ചെയ്ത് തന്നവർ വീണ്ടും ഫോളോ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇതൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കാം. എനിക്ക് അത്ര പറയാനുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഇത് എന്താ ചെയ്യാല്ലേ. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിരുന്ന അക്ബർ ഖാനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിരുന്നു, ടോപ്പ് 5 ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു പാട്ടുകാരനാണ്, സ്റ്റാർ സിംഗർ, സരിഗമപ്പ, അങ്ങനെ നിരവധി ഷോകളിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു. ബിഗ് ബോസിൽ വെച്ച് കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അക്ബറിനെ അഗെയിൻസ്റ്റ് ആയിട്ടും, അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയായിരുന്നു അക്ബർ എന്ന് പറയുന്നത്. പുള്ളി പുറത്തിറങ്ങിയതിന് ശേഷവും ഈ പറയുന്ന രീതിയിൽ കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെ അക്ബറിനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അക്ബർ വളരെയധികം ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ എടുത്തു പറയണം. കാരണം ഏകദേശം 3 ലക്ഷം അടുപ്പിച്ചോ 3 ലക്ഷത്തിന് മുകളിലോ ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഒറ്റയടിക്ക് അടിച്ചു പോയിരിക്കുന്നതെന്ന് ഇപ്പോൾ പുള്ളി തന്നെ പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ വന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഏകദേശം 3 ലക്ഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു നിസ്സാര കാര്യമല്ല. അത്രയും ആ ഒരു തരത്തിൽ ഒരു നിലയിൽ എത്തിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ അത് ഇൻസ്റ്റാഗ്രാമിന്റെ ഭാഗത്ത് നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അത് എന്ത് തരം വയലേഷൻ കാണിച്ചതെന്ന് പുള്ളിക്കാരൻ തന്നെ ഒരു പിടുത്തമില്ല. അത് ഇനി മറ്റുള്ളവർ ആരെങ്കിലും ഇനി മനഃപൂർവ്വം ചെയ്തതാണോ എന്നും പുള്ളിക്കാരന് പിടുത്തമില്ല. പക്ഷെ എന്തായാലും സംഭവം ഇപ്പോൾ അടിച്ചു പോയിരിക്കുന്നു, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ പോയിരിക്കുന്നു, അത് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയാത്ത വിധം ആയിരിക്കുന്നു എന്ന തരത്തിലാണ് അക്ബർ ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ പുതിയൊരു രണ്ടാമതൊരു അക്കൗണ്ട് തുടങ്ങി അതിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള തരത്തിൽ തന്നെയാണ് പുള്ളി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതെന്ന് പറയാം. തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ഈ പറയുന്ന രീതിയിൽ ആരായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വളർത്തിയെടുക്കുന്നതെന്ന് പറയുന്നത്. അതിപ്പോൾ ആരുടെ കാര്യമായാലും. അപ്പോൾ അക്ബറിനെ പോലൊരു വ്യക്തി തീർച്ചയായിട്ടും ഈ റിയാലിറ്റി ഷോ, ഈ സരിഗമപ്പ, അതോടൊപ്പം തന്നെ സ്റ്റാർ സിംഗർ പോലുള്ള ഷോസിലൊക്കെ വന്നു. അതിനുശേഷം ബിഗ് ബോസിലൊക്കെ പോയി, പിന്നെ കുറച്ചുകൂടിയൊക്കെ ഫോളോവേഴ്സൊക്കെ കൂടി ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം റീച്ച് ആ ഒരു തരത്തിലൊക്കെ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അക്ബർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു റീച്ച് നിൽക്കുമ്പോൾ തന്നെയും ഈ പറയുന്ന രീതിയിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പെട്ടെന്ന് ഒരു തരത്തിലുമുള്ള ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിൽ അത് കൈവിട്ട് പോവുക, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ ആവുക എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് മാത്രമേ അത് അനുഭവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അത് അത്രയ്ക്കും ഒരു വലിയ തോതിലുള്ള ഒരു പ്രശ്നമായിരിക്കും. അത് മറ്റുള്ളവർക്ക് കാണുമ്പോഴത്തേക്കും ഒന്നും തോന്നത്തില്ല, പക്ഷെ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കാര്യം അത് എന്ത് തന്നെ ആയാലും അതിനെ ഒരു ലെവലിൽ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര നിസാരപ്പെട്ട ഒരു കാര്യമല്ല. അപ്പോൾ ആ ഒരു തരത്തിൽ എത്തിച്ച ഒരു കാര്യം പെട്ടെന്ന് നമ്മുടെ കൈവിട്ട് പോകുന്ന തരത്തിലോട്ട് എത്തുമ്പോഴത്തേക്കും അത് വളരെ വലിയ തോതിലുള്ള ഒരു വേദനയും സങ്കടവും ഒക്കെ തന്നെ ആർക്കായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും അക്ബറിനും അത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പുള്ളിയുടെ ആ ഒരു വർത്തമാനത്തിൽ നിന്നും ആ ഒരു സംസാരത്തിൽ നിന്നും തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു കാര്യം ഇപ്പോൾ അക്ബർ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതായത് വേറെ വഴിയില്ല, പുതിയൊരു അക്കൗണ്ട് തുടങ്ങുക എന്നത് മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുള്ളിക്ക് ഒരു വഴിയായിട്ട് മുന്നിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളി പുതിയൊരു അക്കൗണ്ട് തുടങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. നമുക്കറിയാം ഈ ഒരു സീസൺ അല്ല, എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസിൽ പോയി പലരുടെയും ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇപ്പോൾ അക്കൗണ്ട് റീച്ച് ഇല്ലാത്ത കുറേയധികം അക്കൗണ്ടുകളൊക്കെ തന്നെ പെട്ടെന്ന് റീച്ച് ആവും. കാരണം ബിഗ് ബോസിൽ പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങനെയാണ്. ആ ഒരു സമയത്ത് ഈ സീസൺ 5 തോന്നുന്നു കുറേ പേരുടെ അക്കൗണ്ടുകൾ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ, പേജസ് കുറേ പേരുടെ ഹാക്ക് ചെയ്യുന്ന ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറി, കുറേ എണ്ണമൊക്കെ അടിച്ചു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പക്ഷേ സീസൺ 6 അങ്ങനെ ആ ഒരു തരത്തിലുള്ള വലിയൊരു ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ സീസൺ 7 ആ ഒരു തരത്തിലുള്ള വലിയൊരു ഇത് ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ സീസൺ 7 ഇപ്പോൾ സീസൺ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ അക്ബറിന്റെ ഒരു പേജ് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും അത് അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണെന്ന് സംശയമില്ല. കാരണം ഒരു ചെറിയ പേജൊന്നും അല്ലായിരുന്നു അത്.
ഈ ഏകദേശം 3 ലക്ഷം അടുപ്പിച്ചോ അതിനപ്പുറം കണ്ട ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്രയ്ക്കും ഒരു വലിയൊരു പേജ് ആയിരുന്നു. ആ ഒരു അക്ബറിന്റെ പ്രൊഫൈൽ അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോകുന്നു. അത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴേ ഇപ്പൊ സപ്പോസ് പോയി അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നെങ്കിൽ ഓക്കെ. ഇപ്പം ഹാക്ക് ചെയ്ത് പോയി അത് തിരിച്ച് കിട്ടുന്ന ഒരു ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടുള്ളത്. പക്ഷെ ഇത് ഇൻസ്റ്റയുടെ ഭാഗത്ത് നിന്ന് തന്നെ ആ ഒരു തരത്തിൽ ഇത് സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക എന്ന് പറയുമ്പോഴത്തേക്കും, കാരണം വയലേഷന്റെ ആ ഒരു ഇതാണ് അക്ബറിന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. സോ എന്തുതരം വയലേഷനാണ് അക്ബറിന്റെ പേജിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് അറിയത്തില്ല. അത് അക്ബറിന് പിടിയിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സംഭവം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്ബറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് പോയി അവസാനം ഈ പറയുന്ന രീതിയിൽ രണ്ടാമതൊരു അക്കൗണ്ട് തുടങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് അക്ബർ ഇപ്പോൾ ആയിരിക്കുന്നത്. എന്തായാലും അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അതത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും അത് അടുത്ത അക്കൗണ്ട് തുടങ്ങി അതാകുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരു റീച്ച് എത്തി നിൽക്കുന്ന ഒരു ടൈമിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ അക്കൗണ്ട് വാനിഷായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും അത് ചിന്തിച്ചാൽ മനസ്സിലാവും. ആ വ്യക്തികൾക്ക് അത് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു അവസ്ഥയിലാണ് അക്ബർ പോയി നിൽക്കുന്നത്. സോ ഇതിനി അക്ബറിന് ആരെങ്കിലും പണി കൊടുത്തതാണോ? കാരണം ഒന്നും പറയാൻ പറ്റില്ല. കാരണം പണി കൊടുക്കുന്നവരുമുണ്ട്. അതല്ല ഈ പറയുന്ന രീതിയിൽ ഇൻസ്റ്റ വയലേഷൻ ചെയ്തത് കൊണ്ട് തന്നെ പോയതാണോ എന്നുള്ളതും അറിയത്തില്ല. എന്നാൽ പണി കൊടുത്തതാണെങ്കിൽ ഒരു വലിയ മുട്ടം പണിയായി പോയി എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. അതല്ല അക്ബറിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് വയലേഷൻ രീതിയിൽ ഇൻസ്റ്റ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതാണോ എന്നും അറിയത്തില്ല. എന്തായാലും 8ന്റെ പണിയാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത് വലിയൊരു മുട്ടം പണി തന്നെയാണ്. ഇത്രയും റീച്ചുള്ള അല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ആക്കിയെടുത്ത ഒരു അക്കൗണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോവുക, ഇനിയിപ്പോൾ രണ്ടാമതൊരു അക്കൗണ്ട് തുടങ്ങി ആ ഒരു റീച്ചിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് ഒരുപാട് പണിപ്പെടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല.